ഒരടി അങ്ങോട്ട് ചലിക്കില്ല. കാരണം തൊട്ടവന്റെ കൈ സാധാ കൈ അല്ല. ഈ നിങ്ങളുടെ ജീവിതത്തിലെ പല പ്രതിസന്ധികളും ഇങ്ങനെ കോമായിട്ട് പോവുകയല്ലേ. ആ കടഭാരം ഇങ്ങനെ കോമായിട്ട് പോവുകയാണ്. നേരത്തെ 2.5 ലക്ഷമായിരുന്ന കടം ഇപ്പൊ അത് കുറഞ്ഞ് 1.5 ലക്ഷമായി. പിന്നെ അത് കോമായിട്ട് ഇപ്പൊ 50,000 ആയി. പിന്നെ അത് വീണ്ടും 70,000 ആയി. നേരത്തെ കൈവേദനയായിരുന്നു, കോമായിട്ടു. ഇപ്പുറത്ത് മുട്ടുവേദനയും കൂടെ ആയി. കോമായിട്ട് ഇങ്ങനെ കാര്യങ്ങൾ പോവല്ലേ. ഇന്ന് ചിലതിന് ഫുൾ സ്റ്റോപ്പ് ഇടും. വിശ്വസിക്കാമോ? യേശു തൊട്ടാൽ നിന്റെ തലമുറയുടെ വിഷയത്തിൽ, നിന്റെ കുടുംബത്തിന്റെ ദൈവാത്മാവ് പ്രവചിക്കുകയാണ്. ആത്മാവ് സഭയോട് അറിയിക്കുകയാണ്. ഈ ലൈവിൽ കാണുന്ന കുടുംബങ്ങളോട് പരിശുദ്ധാത്മാവ് വിശ്വസിക്കുന്നവരോട് അറിയിക്കുകയാണ്. പല കാര്യങ്ങളും കോമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പലതും ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പലതും പ്രതിസന്ധികളും ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുകയാണ്. പക്ഷെ ഇന്ന് ഈ പകലിൽ കർത്താവിന്റെ കൈ അതിന്റെ മേളിൽ വന്നാൽ അതിനകത്ത് ഫുൾ സ്റ്റോപ്പ് വീഴാൻ പോവുകയാണ്. പിന്നെ ഈ സാധനം കണ്ടിന്യൂ ചെയ്യില്ല. ആ രോഗം കണ്ടിന്യൂ ചെയ്യില്ല. ആ കടം കണ്ടിന്യൂ ചെയ്യില്ല. ഞാനിത് പറയുമ്പോൾ എനിക്ക് എന്റെ ഉള്ളം ദൈവത്തിന് നന്ദി കൊണ്ട് നിറയുകയാണ്. അങ്ങനെ സംഭവിക്കട്ടെ, അങ്ങനെ സംഭവിക്കട്ടെ, അങ്ങനെ സംഭവിക്കട്ടെ. പല വിഷയങ്ങളും ആവർത്തിച്ച് വെളിപ്പെടുന്ന മേഖലകളിൽ നിന്ന് ഇന്ന് പകൽ എന്റെ ദൈവമേ, നിന്റെ കരം ആ വിഷയത്തിന്റെ മേളിൽ ഒന്ന് തൊടണമേ. മഞ്ചത്തിൽ തൊട്ട കരം